ഹലോ, ഇതുപോലെ മനോഹരമായ പേപ്പർ ഫ്ലവേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സമ്മർ വെക്കേഷനാണ് വരാൻ പോകുന്നത്. അമ്മമാർക്കും കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഉണങ്ങിയ ചെടിയാണ്. നമ്മുടെ പറമ്പിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ഏത് ടൈപ്പ് ചെടി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കളർ പേപ്പേഴ്സാണ്. ഇങ്ങനെ വലിയ ഷീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ പാക്കറ്റിൽ കിട്ടുന്ന ഒറിഗാമി ക്രാഫ്റ്റ് പേപ്പർ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കത്രികയും പിന്നെ ഒട്ടിച്ചെടുക്കാൻ ഗ്ലൂവും വേണം. നമ്മളിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ബൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഉണങ്ങിയ ചെടിക്ക് കളർ കൊടുക്കാനായിട്ട് ആക്രിലിക് പെയിൻറ്റ് വേണം. ഞാൻ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഒരു ബ്രഷ് കൂടി വേണം. നമുക്ക് ആദ്യം ആ ചെടി ഒന്ന് കളർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും വിട്ടുപോകാതെ കളർ ചെയ്തെടുക്കുക. ഗ്രീൻ കളർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കളർ യൂസ് ചെയ്യാം, ലൈറ്റ് ഗ്രീൻ, അല്ലെങ്കിൽ ഈവൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്താൽ കൂടി വലിയ അഭംഗിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. എല്ലാ ഭാഗത്തും പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈ ആകാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് വലിയ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ കൂടി യൂസ് ചെയ്യാവുന്നതാണ്. പല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഈ ക്യാപ്പ് വെച്ച് വലിയ ഫ്ലവേഴ്സും ഈ ചെറിയ ബൗൾ വെച്ച് കുറച്ച് ചെറിയ ഫ്ലവേഴ്സും അങ്ങനെ രണ്ട് വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വരുന്ന പേപ്പേഴ്സ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അതൊരു സെമി സർക്കിൾ ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഓരോ പെറ്റൽസിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്, ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഒരു പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസിലും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക.
എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് നിവർത്തി ആ ജോയിൻ്റ് വന്ന സൈഡിൽ 2 പെറ്റൽസ് ജോയിൻ്റ് ആയിട്ടുണ്ട്, അതുകൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ അടയാളം വന്ന ഒരു ഭാഗത്ത് നിന്ന് സെൻറ്റർ വരേക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു വിരൽ വെച്ച് അത് റൗണ്ടിൽ മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പെൻസിൽ വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കി ഫ്ലവേഴ്സ് കൂടി ഉണ്ടാക്കിയെടുക്കാം.
ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഉണ്ടാക്കാം. ഇലകൾ ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലീവ്സാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കത്രിക വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ നമുക്ക് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ഷേപ്പായി വരുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച ചെടി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഫ്ലവേഴ്സും ലീവ്സും ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഫെവിക്കോൾ വെച്ചും ഒട്ടിക്കാവുന്നതാണ്. ഫെവിക്കോൾ പോലുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അത് പൂർണ്ണമായി ഒട്ടിയതിന് ശേഷം മാത്രം അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ലീവ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണിത്. ഞാൻ ഈ ഫ്ലവേഴ്സ് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്ത ഫ്ലവർ വേസിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. ആ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നും വിശ്വസിക്കുന്നു. നല്ലൊരു ക്രാഫ്റ്റ് വർക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.